ഹലോ നമസ്കാരം. ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഫോർ എന്ന ടാഗ് ടെംപ്ലേറ്റ്സിൽ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ്. ഫോർ എന്ന് പറഞ്ഞാൽ ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് ഒരേ ഡാറ്റാസിനെ നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട്, അതായത് ഒരു അറേന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസിനോ അല്ലെങ്കിൽ ഒരു ലിസ്റ്റിനുള്ളിലോ അല്ലെങ്കിൽ ഡിക്ഷണറിയുടെ ഉള്ളിലുള്ള ഡാറ്റാസ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഇന്ററാക്ട് ചെയ്തത്, അതായത് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഫോർ ഉപയോഗിക്കുന്ന ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഫോറിനെ നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പൊ ഞാൻ ഈ പ്രൊജക്റ്റ് റൺ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ വന്ന് ഈ പ്രോഗ്രാം ഒന്ന് നമ്മൾ റൺ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിൻ പേജിലേക്ക് ഒന്ന് പോവാം. അഡ്മിൻ പേജിലേക്ക് പോകാൻ ഇവിടെ വന്ന് സ്ലാഷ് ഇടുക, അതിനുശേഷം അഡ്മിൻ എന്ന് കൊടുക്കുക. ഓൾറെഡി നമ്മളിവിടെ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ വന്ന് സ്റ്റുഡൻസ് എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ കുറച്ച് സ്റ്റുഡൻസുകളുണ്ട്. ഈ സ്റ്റുഡൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ലൂപ്പിന്റെ ഉള്ളിലായിട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊരു ലൂപ്പ് ഉപയോഗിച്ചിട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വ്യൂവിൽ പോവുക. വ്യൂവിന്റെ ഉള്ളിൽ ഈ കാണുന്നത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് വേണ്ടി ചെയ്തതാണ്, അത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മളിവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, സ്റ്റുഡൻറ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, സ്റ്റുഡൻറ് ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ, അതായത് അതിൻ്റെ ഉള്ളിലുള്ള ആ മോഡലിൻ്റെ ഉള്ളിൽ, അതായത് സ്റ്റുഡൻറ് എന്നുള്ള മോഡലിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഡാറ്റാസുകളുണ്ടോ അത് മുഴുവനായിട്ടും സ്റ്റുഡൻറ് എന്നുള്ള ഒരു വേരിയബിളിൻ്റെ ഉള്ളിലേക്കായിട്ട് സ്റ്റോർ ചെയ്യണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, കണ്ടക്സ്റ്റ് എന്നുള്ള പേരിലൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം. അതായത് നമുക്ക് ഒന്നിലധികം കുറേ ഡാറ്റാസുകളൊക്കെ നമുക്ക് HTML പേജിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ടെംപ്ലേറ്റ്സിലേക്ക് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ഡിക്ഷണറി ആയിട്ട് സെൻഡ് ചെയ്യണതാണ് എപ്പോഴും നല്ലത്. അപ്പം ഞാനിവിടെ വന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ID കൊടുക്കേണ്ട സ്റ്റുഡൻറ്. അതിനുശേഷം നമ്മളിവിടെ കൊടുത്ത ആ വേരിയബിൾ നെയിമും നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. സ്റ്റുഡൻറ് എന്ന് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് കണ്ടക്സ്റ്റ് എന്നുള്ളത് ഇങ്ങോട്ട് പാസ് ചെയ്തു. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മളെ HTML ഇൻഡെക്സ് പേജിലേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ സ്റ്റുഡൻറ് ഡീറ്റെയിൽസ്, ആ സ്റ്റുഡൻറ് ലിസ്റ്റ് നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ അതൊരു ഫോർ ലൂപ്പ് ആയിട്ടാണ് പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കേളി ബ്രേസസ് ഇട്ടു, അതിനുശേഷം പെർസെൻറ്റേജ് ഇടുക, എന്നിട്ട് ഫോർ എ അല്ലെങ്കിൽ എക്സ് എന്ത് വേണമെങ്കിലും കൊടുക്കുക, ഒരു വേരിയബിൾ കൊടുക്കുക, ഇൻ. അതിനുശേഷം നമ്മളിവിടെ വന്ന് സ്റ്റുഡൻറ് എന്ന് ചേർത്തു, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഈ സ്റ്റുഡൻറ് എന്ന് പറയുന്നത് നമ്മളിവിടെ കൊടുത്ത ഈ പേരാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, അവിടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളത്തെ ഡാറ്റാസ് നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് വലിപ്പത്തിലായിട്ട് വരാൻ വേണ്ടിയിട്ട് H1 കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യുക, ഇതുപോലെ രണ്ട് കേളി ബ്രേസസ് ഇടുക. എന്നിട്ട് ഇവിടെ നമ്മൾ ഈ കൊടുത്ത എക്സ് എന്ത് ചെയ്യാം, ഇവിടെ ചേർത്ത് കൊടുക്കുക, എക്സ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് എക്സ് ഡോട്ട്, എന്നിട്ട് അതിന് ശേഷം നമുക്ക് നെയിം എന്ന് കൊടുക്കാം. അതായത് നെയിമാണ് നമ്മളിവിടെ പ്രിന്റ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ എന്ത് ഉപയോഗിക്കുകയാണെങ്കിലും നമ്മൾ അത് എന്ത് ചെയ്യണം, എൻഡ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇവിടെ വന്ന് എന്ത് ചെയ്യണം, പെർസെൻറ്റേജ് ഇട്ടു, എന്നിട്ട് ഇവിടെ വന്ന് എൻഡ് ഫോർ എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്നത് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ റൺ ചെയ്യിക്കുമ്പോൾ നോക്കൂ, നമുക്ക് മെയിൻ പേജിലേക്ക് പോകാം. എണ്ണീക്കുമ്പോൾ നോക്കൂ, നമ്മൾ ആ കൊടുത്ത ആ ഡീറ്റെയിൽസുകളൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അഡ്മിൻ, അതേപോലെ തന്നെ അരുൺ, വിനോദ്, അനു, കിരൺ. അപ്പോൾ എല്ലാ നെയിംസും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് എക്സ് മാത്രം ഒന്ന് കൊടുത്ത് നോക്കാം. അപ്പോൾ എന്താണ് നമുക്ക് ഇതിൻ്റെ ആൻസർ വരുന്നതെന്ന് നോക്കാം. എക്സ് മാത്രം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ആ ഫസ്റ്റ് ഡാറ്റാസ് ഏതാണോ അതായിരിക്കും നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡാറ്റാസ് മാത്രമായിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മളിവിടെ വന്ന് നെയിം എന്ന് ചേർത്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇതിൽ നെയിം എന്നുള്ളത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഫോൺ എന്നുള്ളത് കൂടി ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, എക്സ് എന്നിട്ടതിന് ശേഷം നമുക്കിവിടെ വന്ന് ഫോൺ എന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ എന്ത് ചെയ്യും, ഫോൺ എന്നുള്ളത് കൂടി ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ അത് അടീക്കടീക്കായിട്ടാണ് വരുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ ലൈനിലായിട്ട് P എന്നുള്ള ടാഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റ ലൈനായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളത്തെ ഓരോ ഡീറ്റെയിൽസും നമുക്ക് എന്ത് ചെയ്യാം, ഈ രൂപത്തിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അതിലെ ഓരോ ഡാറ്റാസും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്ന് ഇങ്ങോട്ട് കൊടുന്ന് പ്രിന്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യാം.
ഓക്കെ, ഇതിൻ്റെ കൂടെ നമുക്ക് ഇതൊരു ടേബിളായിട്ട് ചെയ്യാം. അപ്പോൾ ഒന്നും കൂടി നമുക്കിത് മനോഹരമായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ നമ്മൾ HTML ചെയ്യുന്ന രൂപത്തിൽ തന്നെ ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് ടേബിൾ എന്ന് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ടേബിളിനൊരു ബോർഡർ കൊടുക്കാം. ബോർഡർ ഈക്വൽ ടു 1 കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്നൊരു TR കൊടുത്തു. TR എന്ന് പറഞ്ഞാൽ ടേബിൾ റോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു TH കൊടുത്തു. TH എന്ന് പറഞ്ഞാൽ ടേബിൾ നെയിം. അതിൽ ആദ്യം തന്നെ TH എന്നിട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ID എന്ന് ചേർത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് വീണ്ടും ഒരു ടേബിൾ ഹെഡ് കൂടി കൊടുത്തു. ഇനി ഇവിടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നെയിം ആണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് വീണ്ടും ഒരു TH ഇട്ടു. എന്നിട്ട് ഇവിടെ വന്ന് ഫോൺ എന്ന് ചേർത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഒരു TR കൂടി ഓപ്പൺ ചെയ്യാം. TR എന്ന് പറഞ്ഞാൽ ടേബിൾ റോ. ഈ റോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലാണ്. അതായത് നമുക്ക് എന്ത് ചെയ്യണം, അത് ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ കൊടുത്ത ഫോർ ലൂപ്പ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ TRൻ്റെ ഉള്ളിലേക്കായിട്ട് ചെയ്യുന്നുണ്ട്. HTML ഒക്കെ അറിയുന്നവർക്ക് ഇത് ഒന്നും കൂടി എളുപ്പത്തിൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു TRൻ്റെ ഉള്ളിലേക്കായിട്ട് ചേർത്തു. ഇനി ഇവിടെ വന്ന് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിലത്തെ ഓരോ ഡാറ്റാസും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പ്രിൻ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ വന്ന് ഒരു TD കൊടുക്കുന്നു. TD എന്ന് പറഞ്ഞാൽ ടേബിൾ ഡാറ്റ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് x.id ആണ്. അത് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു TD കൊടുക്കുക. TD എന്ന് പറഞ്ഞാൽ ടേബിൾ ഡാറ്റ. ഇനി ഇവിടെ വന്ന് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ടത് നെയിം ആണ്. അപ്പോൾ x.name എന്ന് ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ടത് വീണ്ടും TD കൊടുത്തു. TD എന്ന് പറഞ്ഞാൽ ടേബിൾ ഡാറ്റ. അതിനുശേഷം നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ടത് ഫോണാണ്. അപ്പോൾ ഇവിടെ വന്ന് ഫോൺ എന്ന് ചേർത്തു. ഈ കാണുന്ന ഡീറ്റെയിൽസുകളൊക്കെ നമ്മൾ ഈ മോഡൽ കൊടുത്ത ഈ ഹെഡിങ്ങുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു ഇമെയിൽ കൂടി ഉണ്ട്, അതുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്ന് വീണ്ടും അപ്പോൾ ഇമെയിൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഹെഡിങ് കൂടി ഹെഡിങ് കൂടി ആഡ് ചെയ്യാം. ഇമെയിൽ എന്ന് ചേർത്തു. ഇനി എന്ത് ചെയ്യണം, ഇവിടെ വീണ്ടും TD എന്നിട്ടു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ x.email എന്ന് ചേർത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഈ TR ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു. ഇനി മുകളിൽ നമ്മൾ ഓപ്പൺ ചെയ്ത ടേബിൾ ഇവിടെ ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സേവ് ചെയ്ത് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. നോക്കൂ, നമുക്ക് ആ കൊടുത്തത് ഇവിടെയോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. TR TH ടേബിൾ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പുറത്ത് കൊടുക്കാം. അതായത് ഇത് റിപ്പീറ്റ് ചെയ്ത് വരണ്ടേ, ഈ TR എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് വരണ്ടേ. അപ്പോൾ ഇവിടെ കൊടുക്കാം. ഇത് ഇവിടെ വന്ന് ഈ TR കഴിഞ്ഞതിന് ശേഷം കൊടുക്കാം. കാരണം അത് നമുക്ക് റിപ്പീറ്റ് ചെയ്ത ഒരു ടേബിൾ ആയിട്ടാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഒന്നുകൂടി റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ കൊടുത്ത ഡീറ്റെയിൽസുകളൊക്കെ നമുക്കൊരു ടേബിളിലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. ആദ്യം ID ഉണ്ട്, പിന്നെ നെയിം ഉണ്ട്, അതേപോലെ തന്നെ ഫോൺ ഉണ്ട്, അതേപോലെ തന്നെ ഇമെയിൽ നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൊടുത്ത ഡാറ്റാസ് നമ്മൾ ജസ്റ്റ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് റിവേഴ്സ് ആയിട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് റിവേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഈ ലൂപ്പിനെ നമുക്ക് റിവേഴ്സ് ആയിട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ റിവേഴ്സ് ആയിട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ സുഖമാണ്, എളുപ്പമാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇവിടെ 4x ഇൻ സ്റ്റുഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യാം, റിവേഴ്സ്ഡ് എന്ന് ചേർത്ത് കൊടുക്കുക. റിവേഴ്സ്ഡ് ഇങ്ങനെ ജസ്റ്റ് റിവേഴ്സ്ഡ് എന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് സേവ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പം എന്ത് ചെയ്യും, ഇത് നേരെ റിവേഴ്സ് ആയിട്ട് പ്രിന്റ് ചെയ്യും. അതായത് ലാസ്റ്റ് ID ഉള്ളതായിരിക്കും ഏറ്റവും മുകളിൽ വരിക, ഏറ്റവും ഫസ്റ്റ് ഉണ്ടായിരുന്നത് എങ്ങനെയായിരിക്കും, നേരെ താഴെയായിട്ടായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് ജസ്റ്റ് എങ്ങനെ ഫോർ ലൂപ്പ് ഉപയോഗിക്കാം, ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് ഒരു ഡാറ്റാസിനെ എങ്ങനെ നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാം. അത് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതിന് ടെംപ്ലേറ്റ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചേർത്ത് കൊടുക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇത് ഫോർ ലൂപ്പിൻ്റെ ഒന്നാമത്തെ വീഡിയോ ആണ്. ഇതിനെ തുടർന്ന് വരുന്ന അടുത്ത വീഡിയോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.